നമസ്കാരം. അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ ഒരു ചിത്രം വന്നിരുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: ഈ റോഡിൽ റീൽസ് എടുക്കുന്നവരുടെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന്. കാലം പോയ പോക്കെ. ഇന്ന് കൊച്ചു കുഞ്ഞു മുതൽ വയസ്സന്മാർക്കു വരെ സുപരിചിതമായ ഒരു വാക്കാണ് റീൽസ്. സോഷ്യൽ മീഡിയയിൽ താരമാകാൻ എന്ത് സാഹസത്തിന് മുതിരുവാൻ തയ്യാറായ ചെറുപ്പക്കാരുടെ പേക്കൂത്തുകളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. ചത്താലും ശരി, ഒന്ന് വൈറലായാൽ മതി എന്ന ചോരത്തിളപ്പിൽ വരും വരായികകൾ ഒന്നും ആലോചിക്കാതെ യുവജനത എടുത്തുചാടുകയാണ്. ഇന്ന് കേരളമെമ്പാടും നടക്കുന്ന വാഹന അപകടങ്ങളിൽ ഒരു പങ്ക് റീൽസ് ചിത്രീകരണം ആണെന്നതാണ് മറ്റൊരു വസ്തുത. പൊതുവെ നിരത്തുകളിൽ ഒരു ചിത്രീകരണത്തിനും അനുമതിയില്ല. 18-നും 25-നും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് റീൽസിനായി ബൈക്ക് റേസിംഗും ബൈക്ക് സ്റ്റണ്ടുമായി നിരത്തുകളിൽ കുതിച്ചു പായുന്നത്. ഇതിൽ കുപ്രസിദ്ധി നേടിയ നിരവധി റോഡുകളുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ചുരം, മലപ്പൂർ നിലമ്പൂർ കനോലി പോർട്ട്, നാടുകാണി ചുരം, എറണാകുളം ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ചാത്തിയാത്ത് റോഡ്, ഇൻഫോ പാർക്ക് റോഡ്, പനമ്പള്ളി നഗർ, മേനക ജംഗ്ഷൻ, ആലുവ നഗരം, കളമശ്ശേരി HMT കോളനിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡ്, തിരുവനന്തപുരത്ത് കവടിയാർ വിഴിഞ്ഞം ബൈപ്പാസ്, ഇവയെല്ലാം മരണപാതകളിൽ ചിലതാണ്. കാളവണ്ടി മുതൽ ട്രെയിനും ടൂറിസ്റ്റ് ബസ്സും എല്ലാം റീൽസിനായി ഒരുങ്ങുകയാണ്. ടൂറിസ്റ്റ് ബസ്സുകളുടെ മുകളിലും സൈഡിലും തൂങ്ങി നിന്ന് റീൽസ് എടുക്കുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറി. കാസർഗോഡ് കുമ്പളയിൽ റീൽസ് എടുക്കുന്നതിനിടെ ഥാർ ജീപ്പിന് തീപിടിച്ചു. റീൽസ് എടുക്കുവാനായി മരണപ്പാച്ചിൽ നടത്തിയ അപകടത്തിൽപ്പെട്ട് എല്ല് പൊട്ടിയവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ പണി. തുടക്കത്തിൽ ആളൊഴിഞ്ഞ റോഡുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നത് ഇപ്പോൾ തിരക്കുള്ള റോഡുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതു വിധേനയും വൈറലായി ലൈക്കും ഫോളോവേഴ്സും കൂട്ടുക എന്ന ചിന്ത മാത്രമായി റീൽസുകാരുടെ ലോകം. ഇപ്പോൾ റീൽസോളികൾ എന്ന ഓമന പേരുകൂടി മലയാള ഭാഷാ നിഘണ്ടുവിൽ ചേർക്കേണ്ടി വന്നിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ജീവൻ പണയം വെച്ച് വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മുത്തങ്ങ ദേശീയപാതയിലും റീൽസ് ചിത്രീകരണം പതിവാണ്. കാറിന്റെ റൂഫ് ടോപ്പ് തുറന്ന് വയനാട് ചുരം റോഡിലൂടെയുള്ള റീൽസുകൾ നിരവധി പുറത്തു വന്നിരുന്നു. തിരക്ക് കുറവായ കുട്ടനാട്ടിലെ ഗ്രാമീണ പാതകളിൽ കാറുകളും ഇരുചക്ര വാഹനങ്ങളും റീൽസിനായി ചീറിപ്പായുകയാണ്. ഹെൽമറ്റിനകത്ത് മൊബൈൽ ഫോൺ വെച്ചുള്ള ചിത്രീകരണങ്ങളും പുറത്തു വരുന്നുണ്ട്. കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ വ്ളോഗറുടെ ആജീവനാന്ത ലൈസൻസ് റദ്ദാക്കിയ വിവരവും വലിയ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. കുതിച്ചു പാഞ്ഞു വരുന്ന ട്രെയിനിലും പാളങ്ങളുടെ സമീപത്തു നിന്നും റീൽസ് എടുത്ത കേസുകളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പാലക്കാട് 2 പേർ മരണപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതലായി ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഇവിടെ 7 കേസുകളിൽ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ബൈപ്പാസിൽ റേസിംഗ് നടത്തിയ ബൈക്ക് മറ്റൊരു ബൈക്കിലേക്ക് ഇടിച്ചു കയറി 3 ജീവനുകളാണ് നഷ്ടമായത്. ഇതിൽ 2 ഗൃഹനാഥന്മാർ പെട്ടുപോകുകയായിരുന്നു. കോട്ടയം നഗരത്തിലെ 2 കിലോമീറ്റർ നിവർന്നു കിടക്കുന്ന ഈരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസിൽ ബൈക്ക് സ്റ്റണ്ട് ഷൂട്ടുകളൊക്കെ പതിവാണ്. ഇവിടെ 4 യുവാക്കൾ ഇത്തരത്തിൽ മരണപ്പെട്ടിരുന്നു. തലസ്ഥാനത്ത് കഴക്കൂട്ടം കോവളം ബൈപ്പാസാണ് മറ്റൊരു കുരുതിക്കളം. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും അധിക പരിശോധനകളില്ലാത്തത് റേസിംഗുകാർക്ക് വലിയ സൗകര്യമാണ് ഇവിടെ നൽകുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വലുതും ചെറുതുമായ 100ഓളം അപകടങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഇതിൽ ഭൂരിഭാഗവും വില കൂടിയ ആഡംബര ബൈക്കുകളായിരുന്നു. ബൈക്കിന്റെ പിന്നിൽ തിരിഞ്ഞിരുന്നും വാഹനങ്ങളുടെ ഡിക്കിയിലിരുന്നുമാണ് പലരും ഷൂട്ടിംഗ് നടത്തുന്നത്. കൊച്ചിയിലും ആഡംബര ബൈക്ക് റീൽസ് ചിത്രീകരണം തകർത്താടുകയാണ്. ഇതിൽ റീൽസുകാരുടെ ഇഷ്ട ലൊക്കേഷൻ പാതി വഴിയിലുള്ള സീപോർട്ട് എയർപോർട്ട് റോഡാണ്. ഇരുവശത്തും മനോഹരമായ പാടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്ന റൺവേക്ക് സമീപത്തുള്ള മറ്റൊരു റോഡാണ് റീൽസുകാരുടെ സ്ഥിരം സങ്കേതം. 2 ദേശീയപാതകൾ കടന്നുപോകുന്ന തൃശൂർ ജില്ലാ റോഡ് അപകടങ്ങളുടെ ഹോട്ട്സ്പോട്ടാണ്. ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്കുള്ള റോഡും മറ്റൊരു കേന്ദ്രമാണ്. ഇത്തരത്തിൽ റീൽസുകൾ കൊണ്ട് കുപ്രസിദ്ധമായ നിരവധി വഴികൾ നിങ്ങൾക്കും പറയുവാനുണ്ടാകും. അത് കമന്റുകളിൽ പ്രതീക്ഷിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ സ്വാധീനം യുവജനങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന അഡിക്ഷൻ പ്രവചിക്കുന്നതിനും അപ്പുറത്താണ്. ഏതു വിധേനയും അവിടെ താരമാകാൻ വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്നവരാണ് അധികവും. ഒരു രാജ്യത്തിൻ്റെ സമ്പത്താകേണ്ട യുവജനത ലക്ഷ്യബോധമില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കണ്ട് നെടുവീർപ്പിടാനേ മറ്റുള്ളവർക്ക് കഴിയുന്നുള്ളൂ. എത്ര ശക്തമായ നിയമവും ബോധവൽക്കരണവും നടത്തിയാലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഒന്നും പറയുവാനും കഴിയില്ല. എല്ലാം കാണുക, അത്രമാത്രം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.